അങ്ങനെ മൗനരാഗം പുത്തൻ പ്രൊമോല് നമ്മുടെ കിരൺ ലക്ഷ്മി അമ്മയെ വന്ന് കണ്ട് പറയുകയാണ്, രാഹുലിനെ കാട്ടുമൃഗങ്ങളൊക്കെ കടിച്ചു കൊന്ന പോലെ തന്നെ വിക്രത്തിനെ കൊല്ലണം, അവനും അങ്ങനത്തെ ഒരു വിധി തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുവാണേ. പിന്നീട് നമ്മുടെ കിരൺ ഇങ്ങനെ കല്യാണിയോട് പറയുന്ന ഒരു രംഗവും കാണിക്കുന്നുണ്ട്. ആ ഇരുമ്പ് ദണ്ടില് ആ കൊലയാളുടെ എന്താ പറയാ കൈപ്പാടായിരിക്കും വന്നിട്ടുണ്ടാവുക. ആ കൈപ്പാട് ആരുടെയാണെന്ന് നമുക്ക് കണ്ടെത്തണം എന്നൊക്കെ നമ്മുടെ കിരൺ കല്യാണിയോട് പറയാട്ടെ. കല്യാണി ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ പോലീസുകാരൊക്കെ ഭയങ്കര എന്താ പറയുക, SI CAനെ കണ്ടും കുറേ പേരെ കണ്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ആ കൈപ്പത്തി ആരുടേതാണെന്ന്, ആ ഒരു കൈപ്പാട് ആരുടേതാണെന്ന് കണ്ടെത്തിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര വാശിയിലാണേ. നിങ്ങൾക്കൊരു കാര്യം കണ്ടായിരുന്നോ ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രസേനന്റെ ചിരി കണ്ടിട്ട് ഒന്നല്ലെങ്കിൽ ചന്ദ്രസേനൻ തലക്കടിച്ചു, അല്ലെങ്കിൽ തലക്കടിച്ചത് ആരാണെന്ന് ചന്ദ്രസേനൻ അറിയാം. ഈ രണ്ടിൽ എന്തെങ്കിലും ഒന്ന് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചന്ദ്രസേനന്റെ ആ ഒരു ചിരി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുവേ. പിന്നീട് ഏറ്റവും ഒടുവിൽ നമ്മുടെ SI സാറുണ്ടല്ലോ, നമ്മുടെ മനോഹറിന്റെ ജയിലിൽ വന്നിട്ട് മനോഹറിനെ കേസ് അന്വേഷണത്തിന് വിട്ടയക്കണം എന്നും പറഞ്ഞിട്ട് വന്ന് പേപ്പറൊക്കെ കൊടുക്കുവാണ്. അതിന്റെ ആ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അപ്പൊ മനോഹറിന്റെ ഫിംഗർ പ്രിന്റ് ആണോ ഇനി അതിൽ പതിഞ്ഞിരിക്കുന്നത് എന്നും അവർ അന്വേഷിക്കും അല്ലേ കൂട്ടുകാരെ. ഒന്നല്ലെങ്കിൽ മനോഹർ അല്ലെങ്കിൽ ചന്ദ്രസേനൻ, നിങ്ങൾക്ക് ആരാന്ന് തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്യണം. നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.